ചെന്താമരയാണ്. ലോക്കപ്പിനുള്ളിൽ ഇരിക്കുന്ന ചെന്താമര, ഭക്ഷണം കഴിക്കുന്ന ചെന്താമരയാണ് കാണുന്നത്. പിടികൂടുന്ന സമയത്ത് തന്നെ വിശന്ന ആണ് ചെന്താമര എത്തിയതെന്നാണ് ഡിവൈഎസ്പി ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. ഇക്ബാൽ അറക്കിലുണ്ട് വിശദാംശങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചെന്താമര ലോക്കപ്പ്. ഐശ്വര്യ, ആ ഭക്ഷണം കഴിക്കുന്ന രംഗം കണ്ടോ? ചെന്താമര ഭക്ഷണം കഴിക്കുന്ന രംഗം വളരെ ആർത്തിയോടെ കഴിക്കുന്ന ചെന്താമര. ആർത്തിക്കപ്പുറം അയാളുടെ മുഖം നോക്കി ചേട്ടാ, യാതൊരു വിധത്തിലുള്ള ഭാവവ്യത്യാസം, ഒരു ഫീലിങ്സും ഇല്ല. ഇത്രയും നിഷ്ഠൂരമായ 2 കൊലപാതകങ്ങൾ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു വന്ന ഒരാളാണ്. അതും കേരള പോലീസിന് ഹാറ്റ്സ് ഓഫ് പറയേണ്ട ഒരു കാര്യം. ഇങ്ങനെ ഒരാൾക്ക് ബിരിയാണി വാങ്ങി കൊടുത്ത് തീറ്റിക്കുന്ന തീറ്റ അത് കാണുമ്പോൾ അവിടെ 2 പെൺകുഞ്ഞുങ്ങൾ ഇപ്പോൾ ആ സമയത്ത് അതുങ്ങളുടെ വായിലേക്ക് എന്തെങ്കിലും പോയോ, അവരെന്തെങ്കിലും വെള്ളമെങ്കിലും കുടിച്ചോ എന്ന് തിരക്കാതെ, ഓക്കെ ഇത് പോലീസിൻ്റെ കടമയാണ് ഇവിടെ വരുന്ന പ്രതികൾക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. പക്ഷെ അവന് ഇഷ്ടപ്പെട്ട ബിരിയാണി, വേറൊരുത്തം പറയുന്നുണ്ട് ചെന്താമരയ്ക്ക് കുറച്ചും കൂടി ഇഷ്ടം പുട്ടും കടലയാണ്. അപ്പോൾ അവിടെ വന്ന ആൾക്കൂട്ടത്തിൽ ആരെങ്കിലും കളിയായിട്ട് പറഞ്ഞതായിരിക്കും പോലീസിനോട് മേടിച്ചു കൊടുക്കാനായിട്ട്. അല്ലാതെ തന്നെ അനിയനോ ചേട്ടനോ ആരോ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് പുട്ടും കടലയാണ് ഇഷ്ടം. ശരിക്കും ചെന്താമരനെ പിടിക്കുന്നത് തന്നെ ഈ കൃത്യം കഴിഞ്ഞ് ചെന്താമര കാട് കയറിയല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അനിയനോ ചേട്ടനോ അവരാരോ പറഞ്ഞു അവൻ ഭക്ഷണപ്രിയനാണ്, ഭക്ഷണമില്ലാതെ അധികം സമയം പിടിച്ചു നിൽക്കാൻ ആൾക്ക് പറ്റില്ല. അപ്പോൾ വിശപ്പ് കയറുമ്പോൾ ആൾ നാട്ടിലേക്ക് തിരിച്ചിറങ്ങി വരും. അപ്പോൾ ആ ഒരു ഉറപ്പ് പോലീസിനുണ്ടായിരുന്നത് കൊണ്ട് പോലീസ് വീട്ടിൽ തന്നെ തമ്പടിച്ച് തിരിച്ച് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതുപോലെ തന്നെ വിശപ്പായപ്പോൾ ആള് തിരിച്ചു വന്നു. കടുവയൊക്കെ ഭക്ഷണം തേടി വരുന്ന ഒരു രീതിയിൽ ആള് വന്നു. അവിടെ നിന്നാണ് പിടിക്കുന്നത്. എന്തായാലും വിശന്ന് തന്നെയാണ് ആള് വന്നത്. പക്ഷെ ആ വിശന്ന് വന്ന ആൾക്ക് ഇത്രയും നിഷ്ഠൂരമായ കൊലപാതകം ചെയ്ത ഈ ചെന്താമരയെ പോലെ ഒരാൾക്ക് ചിക്കൻ ബിരിയാണി വാങ്ങി കൊടുക്കാൻ കാണിച്ച മനസ്സ് നമ്മൾ കാണാണ്ട് പോകാൻ പാടില്ല ചേട്ടാ. പോലീസിന്റെ അത് കാണുമ്പോൾ ശരിക്കും വിഷമം തോന്നുന്നുണ്ട്. പോലീസിന്റെ വിശാല മനസ്സാണ് പിന്നെ 2 കൊല, അതായത് ഒരു അരുംകൊല നടത്തി ജയിലിൽ പോയ ആൾ ഇനി അടുത്ത 6 കൊല്ലണമെന്ന് ലിസ്റ്റ് ഉണ്ടാക്കി നടക്കുന്ന ഒരു സൈക്കോപാത്ത്. ഈ പറയുന്ന ഇവനെ കൊണ്ടുള്ള ശല്യം സഹിക്കവയ്യ എന്ന് പറഞ്ഞ് ആ കുട്ടികൾ ഈ ഡിസംബർ 29 പരാതി കൊടുത്ത ആ 2 കുട്ടികളുടെ സങ്കടം അത് കണ്ടിട്ട് സഹിക്കുന്നില്ല. കാര്യം നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് 2 പെൺകുട്ടികൾ ചിതയ്ക്ക് തീ കൊളുത്തുന്നു. നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് 2 പെൺകുട്ടികൾ ചിത കൊളുത്തുകയാണ്. കാര്യം ഒരു കുടുംബത്തിലെ ആര് മരിച്ചാലും, ഇപ്പോൾ ഒരു മരണപ്പെട്ടത് പുരുഷനായാലും സ്ത്രീ ആയാലും ആൺമക്കളുണ്ടെങ്കിൽ ആൺമക്കളാണ് ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. ഇവിടെ 2 പെൺകുട്ടികൾ ചിതയ്ക്ക് തീ കൊളുത്തുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പോൾ ഇത്തരം ഈ ഒരു ക്രിയ, അവന് ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി ഈ സ്ഥലത്തേക്ക് വരരുത് എന്ന ജാമ്യം നിബന്ധനപ്രകാരം, അത് ഇന്ന സ്ഥലത്തേക്ക് പോകരുത് എന്നുള്ള കർശനമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിടുന്നത്. എന്നിട്ട് ഇവർ പരാതി കൊടുത്തിട്ട് ഈ പോലീസ് അന്ന് ഒരു ചെറുവിരൽ അനക്കി ഇവനെ ആ വീട്ടിൽ നിന്ന് വേറെവിടേക്കെങ്കിലും പറഞ്ഞു വിട്ടിരുന്നില്ല. അവൻ കൃത്യമായും ആ നെന്മാറയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിന്നും കൃത്യമായതാണ്. അതിന്റെ പേരിൽ ഇപ്പോൾ ഒരു ഡിവൈസ് SHOനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. SHOനെ സസ്പെൻഡ് ചെയ്തത് കൊണ്ട് പോയത് തിരിച്ച് കിട്ടില്ല ഇവർക്ക്. അല്ല, ഈ പറയുന്ന പോലെ നമുക്ക് ഇതിൽ പറയാനുള്ളൊരു സംഗതി ആദ്യം തന്നെ ഇപ്പോൾ ഈ പോലീസിൻ്റെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് ഈ കഴിഞ്ഞ കുറേ നാളുകളായി നമുക്ക് കുറേ കാര്യങ്ങൾ തന്നെ പറയാനുണ്ടാവും. ഒന്ന്, ഇവിടെ പറവൂർ ഒരു ഋതു എന്നല്ലേ ആ ചെറുപ്പക്കാരൻ്റെ പേര്. ഈ ചെറുപ്പക്കാരന് അവനെ കളിയാക്കി, അതായത് കേരളത്തിൽ ഇപ്പോൾ ഈ പറയുന്ന സൈക്കോപാത്തുകളുടെ എണ്ണം കൂടി വരികയാണോ എന്നൊരു സംശയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതും ഒരു സൈക്കോ ആയിരുന്നു. കളിയാക്കി എന്ന് പറഞ്ഞിട്ടാണ് 3 പേരെ കമ്പിപ്പാറ കൊണ്ട് തല്ലിയാണ്, നിഷ്കരണമാണ് ആ കൊല നടത്തിയത്. അന്നും ഇതേപോലെ പോലീസിന് നാട്ടുകാർ പരാതി കൊടുത്താണ്. അപ്പോൾ ഇവിടുത്തെ പോലീസിന് ശരിക്കും മുഖ്യമന്ത്രിക്ക് പിന്നെ ഇത് പോകാൻ, അകമ്പടി പോകാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അകമ്പടി അതാകുമ്പോൾ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. പോലീസിന് കഴിവില്ലാത്തവരാണെന്ന് ഞാൻ പറയില്ല. കേരള പോലീസ് നല്ല ഒരിക്കലും നമുക്ക് അങ്ങനെ അഭിപ്രായമില്ല. പക്ഷെ അവർക്ക് എളുപ്പപ്പണിയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ല, അവരുടെ എളുപ്പപ്പണി എന്ന് പറയുന്നത് ഈ അകമ്പടി പോവുക എന്നുള്ളത് മാത്രമാണെന്നാണ് തോന്നുന്നത്. പോലീസിന് ഇവിടെ പോലീസ് ആണ് ഈ കൊലപാതകം ചെയ്ത ചെന്താമരയെ പോലെ തന്നെ അത്ര തന്നെ ഉത്തരവാദികളാണ്. ഇപ്പം ഐശ്വര്യ പറഞ്ഞ പോലെ ആ SHOക്ക് സസ്പെൻഷൻ കൊടുത്തോടെ പോലീസിൽ ഇപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ അയാൾ പണി കഴിഞ്ഞ് അയാൾ സസ്പെൻഷൻ കഴിഞ്ഞ് അയാൾ തിരിച്ച് കയറി വരും. അപ്പോൾ ഇതിൽ ഈ പിന്നെ ആദ്യം തന്നെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇങ്ങനെയുള്ള ഈ പറയുന്ന കൊടും ക്രിമിനലുകളെ ഇനിയെങ്കിലും തുറന്നു വിടരുത്. കാര്യം ഇനി കൊല്ലാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 3 പേര് സ്വന്തം മകളാണ്. സ്വന്തം മകളെ, മരുമകനെ
പിന്നെ ഭാര്യയും ഉണ്ടെന്നാ തോന്നുന്നത്. ഇങ്ങനെ 3 പേരെ ഭയങ്കര സംശയരോഗിയാണെന്ന് അല്ല, എന്ത് സംശയരോഗിയാണ് എന്നുണ്ടെങ്കിലും കഴിഞ്ഞ കൊലപാതകത്തിൽ ഇപ്പം അയാളെ ഇപ്പോൾ ഇന്നലെ രാത്രി പകലും ഒക്കെ ഇവര് കേവലം ഈ കുട്ടികൾ കൊടുത്ത പരാതിയിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ഈ പറയുന്ന കൊലയാളിയെ വിരട്ടുകയോ, പോലീസിന് ഒരുപാട് ഭാഷകളുണ്ടല്ലോ, ആ പോലീസ് ഭാഷത്തിൽ വിരട്ടുകയോ മറ്റോ ചെയ്തെങ്കിൽ ആ ഏരിയയിൽ അയാൾ വരില്ലായിരുന്നു. ശരിയാവട്ടെ, അങ്ങനെ ഇരിക്കലും. എന്നിട്ട് ഈ പകൽ മൊത്തം ഈ നാടകം കളിച്ചു. എന്നിട്ട് ഈ പറയുന്ന ചെന്താമര എന്ന് പറയുന്ന അയാളുടെ അനിയൻ പറഞ്ഞ പോലെ വിശന്നിട്ട് തിരികെ വീട്ടിലേക്ക് വരുന്ന വഴി അതൊരു കീഴടങ്ങലിന് തുല്യം തന്നെയാണ്. അല്ലാതെ പോലീസ് പിടിച്ചതെന്നൊന്നും. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, സാറേ ഇത് കീഴടങ്ങലാണെന്ന് ചോദിച്ചു, പൊന്നനിയ ഞങ്ങൾ പിടിച്ചതാണെന്നാണ് പോലീസിന്റെ തിരിച്ചുള്ള ഭാഷ. അപ്പോൾ പോലീസിന് ശരിക്കും, പോലീസ് സേന ശരിക്കും നാണം കിട്ടും. ഇങ്ങനെ കൃത്യം ചെയ്ത് പോയവന് അറിയില്ലേ തിരിച്ചു വരുമ്പോ പോലീസ് ഇവിടെ കാവലുണ്ടാവും. അയക്കറിയാം, പിന്നല്ലാതെ നന്നായിട്ട് അറിയാം. പോലീസ് അയാള് ഡ്രോണ് ഇങ്ങനെ അയാളെ കറങ്ങി പിടിക്കാൻ നോക്കുമ്പോൾ അയാള് മരച്ചില്ലകൾക്ക് ഒളിച്ചിരുന്നു എന്ന് പറയുന്നതായിട്ടും പോലീസിനോട് പറഞ്ഞതായിട്ടും ഉണ്ട്. പിന്നെ 2, ഈ പറയുന്ന ആളിനെ ആളുകൾ ആക്രമിക്കാൻ നോക്കിയെന്ന് പറഞ്ഞ് നിയമം കയ്യിലെടുക്കാൻ പറ്റില്ല എന്നുള്ള സത്യമാണ്. അത് നിയമം തീരുമാനിച്ചോളും. ഇയാളെ ഇനി പുറത്തിറക്കണോ, ഇയാളെ തൂക്കിക്കൊല്ലണോ എന്നൊക്കെ നിയമം തീരുമാനിച്ചോട്ടെ. ജനം സ്വാഭാവികമായി അതിൽ പ്രതിഷേധിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്നത്, നമ്മൾ ഉദാഹരണം പറഞ്ഞ ഈ കേസുകളൊക്കെ തന്നെയും പല കേസുകളിലും പിന്നെ ഈ സൈക്കോപാത്തുകളായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ഈ കേരളത്തിൽ ഇപ്പോൾ കൂടി തന്നെ വരും. നിരവധി കേസുകൾ ഇപ്പോൾ വീണ്ടും പുറത്തു വരുന്നുണ്ട്. 19കാരി ഒരു പെൺകുട്ടി ഈ കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറയിൽ വീട്ടിൽ പിന്നെ ആൺസുഹൃത്ത് വന്ന് പോയ ശേഷം പിന്നെ അർദ്ധനഗ്നയായി പിന്നെ കഴുത്തിൽ കുരുക്കിട്ട രീതിയിൽ കിടന്നതായി ഒക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എങ്ങനെയാണ്. അപ്പോൾ ഈ 2025 ജാനുവരി എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ കൊണ്ട് ഇങ്ങനെ നിറയുകയാണ്. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് തന്നെ വരാം. ഇപ്പം ഐശ്വര്യ സംസാരിച്ച് വന്നത് അയാൾക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കുന്ന പോലീസിനെ കുറിച്ചാണ് അല്ലേ? പോലീസിനെ കുറിച്ച് പോലീസ് ഈ ഒരു വിഷയത്തിൽ ആ 2 കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കണ്ട ആർക്കും ഈ ചെന്താമരയുടെ ഈ ഭക്ഷണം കഴിപ്പ് കാണാനുള്ള ത്രാണി ഉണ്ടാവില്ല. ഇപ്പം ഈ കുട്ടികൾ ഇത് കാണുകയാണ്, നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ അവരുടെ ഒരെണ്ണം കൊടുക്കണം എന്ന് തോന്നാത്ത മലയാളികൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അങ്ങനെയുള്ളൊരു സ്ഥാനത്ത് ഈ കുട്ടികൾ ഇൻ കേസ് അവർ ഫുഡ് വാങ്ങി കൊടുത്തു, ഓക്കെ, ഫുഡ് വാങ്ങി കൊടുക്കണം, അത് നിയമമാണ്. പക്ഷെ ആ കൊടുക്കുമ്പോൾ ഈ നമ്മുടെ ഈ ഇതുപോലെയുള്ള മാധ്യമങ്ങളെ അങ്ങോട്ട് വിട്ട് അത് വീഡിയോ ആക്കി പുറത്ത് വരികയാണ്. അവൻ ഒരു കൂസലും ഇല്ലാണ്ട്, അവൻ്റെ മുഖം നോക്ക് ചേട്ടാ, ഒരു കൂസലും ഇല്ലാണ്ട്, ഇത്രയും ഇങ്ങനെ ഒരു കൃത്യം കഴിഞ്ഞ് വന്നിരിക്കുന്നവനാണെന്നുള്ളൊരു കൂസലില്ലാണ്ട് ആരെയും മൈൻഡ് ചെയ്യാണ്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണം. അതും വളരെ ഭയങ്കര പൊളൈറ്റായിട്ട് ഭയങ്കര ശാന്തമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അവിടെ. എന്തെങ്കിലും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, ചുറ്റും ഇത്രയും വലിയൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരിതും മനസ്താപവും ഒന്നുമില്ലാണ്ടാണ് അയാൾ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ആ കാഴ്ച ആ കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് കൂടി ചെല്ലാൻ പോവുകയാണ്. ഇനി അവരത് കാണുമ്പോൾ അവർ ഏത് സെൻസിലത് അവർക്ക് എങ്ങനെ അത് സഹിക്കാൻ പറ്റും? ആ കുട്ടികളുടെ തിരിച്ചുള്ള മറുപടി, ആ 2 പെൺകുട്ടികൾ അവരിരുന്ന് പറയുകയാണ്, ഇവനെ അങ്ങ് കൊല്ലണം, ഇവൻ എന്തിനിങ്ങനെ വെച്ചേക്കുന്നു, ഇവനെ അങ്ങ് കൊല്ലണം, ഇവനെ ഇനിയും വിട്ടാൽ. കാര്യം 3 പേരെ കൊല്ലാൻ, സ്വന്തം മകളെ വരെ കൊല്ലാനുള്ള ലിസ്റ്റ് തയ്യാറാക്കി. കാര്യം ഇയാളെക്കുറിച്ച് ഇയാളുടെ ഭാര്യയുടെ സഹോദരൻ പറഞ്ഞത്, എൻ്റെ സഹോദരി പിന്നെ ഇപ്പോൾ അയാളുടെ കൂടെ അല്ല താമസിക്കുന്നത്, സഹോദരി വേറെ മാറിയാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ ഈ ചാനലിൽ നിന്ന് വന്ന റിപ്പോർട്ടർ ചോദിച്ചു, ഈ സഹോദരിയെ നിങ്ങൾ അതവർ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്, വിവാഹശേഷം ശരിക്കും കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇയാളൊരു സൈക്കോപാത്ത്. കാര്യം ഇയാൾക്ക് സാധാരണ ഒരു പിന്നെ സംശയരോഗി എന്ന് പറയുമ്പോൾ പെണ്ണ് ആണിനോട് സംസാരിക്കുമ്പോൾ സംശയരോഗം ഉണ്ടാകുന്നത് ചില ഭർത്താക്കന്മാർക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ട്. ഇതൊരു പെണ്ണിനോട് സംസാരിച്ചാൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. 1 അങ്ങനത്തെ സ്വഭാവം, 2 ഇയാൾ കടുത്ത അന്ധവിശ്വാസിയാണ്. പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒരു ചുവന്ന ഒരു ചരട് ഇങ്ങനെ, ആ വിഷ്വൽസ് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മളും ഒക്കെ ജപിച്ച ചരടും ഒക്കെ കെട്ടിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് അത്ര കണ്ട് അങ്ങ് പിന്നെ ഇയാൾ അങ്ങനത്തെ കാര്യം കാണുന്നതെല്ലാം ജ്യോത്സ്യന്മാരെ. ഒരു മാസത്തിൽ 15 ദിവസം ജോലി ചെയ്യും, 15 ദിവസത്തിൽ കിട്ടുന്ന വരുമാനത്തിൽ പകുതിയും ഇതേപോലെ ജ്യോത്സ്യന്മാരെ കാണാൻ പോകാനാണ് ഇയാൾ യൂസ് ചെയ്യുന്നത്. പോലീസ് ഇയാൾ പിടിച്ച ഉടനെ ഈ ചരട് പറിച്ച് കളയുകയാണ് ചെയ്തത് ഇയാളെ. ഇയാളെ കയ്യിൽ അപ്പോഴും ഒരു കയ്യിലെന്തോ ചരട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ അന്ധവിശ്വാസത്തെക്കുറിച്ചും അനാചാരത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ കാടടച്ച് നമുക്ക് വെടിവെക്കാൻ കഴിയില്ല. കാര്യം ഈ ജ്യോത്സ്യം എന്ന് പറയുന്നത് ഒരു സയൻസാണ്.
അത് ഉറപ്പായിട്ടും. കാര്യം ജ്യോത്സ്യം എന്ന് പറയുന്നത്, ജ്യോത്സ്യം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ്. അപ്പോൾ ഈ ശാസ്ത്രത്തിനെ മറ്റൊരു തരത്തിൽ പറ്റിപ്പ് രീതിയിൽ കാണുന്ന അതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവനൊക്കെ പോലെയുള്ള മടയന്മാർ ചെന്ന് വീഴുമ്പോൾ കാശ് വേണ്ടവർ പല മണ്ടത്തരങ്ങളും പറയുമായിരിക്കും. പക്ഷെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഇതേപോലത്തെ ജീവനുകളാണ്. അപ്പോൾ ഇതിൽ മറ്റൊന്നും നമുക്ക് പറയാനില്ല. ഐശ്വര്യ പറഞ്ഞ് തുടങ്ങിയതുപോലെ തന്നെ പോലീസ് ഇതിൽ നിഷ്ക്രിയരായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും കാര്യം കേവലം ഈ പറയുന്ന പ്രതിയെക്കുറിച്ച് ആ വീട്ടുകാർ കൊടുത്ത പരാതിയിൽ സസൂക്ഷ്മം അവനെ ഒന്ന് വിളിച്ചിട്ട് വേണ്ട രീതിയിൽ ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരാൾ, ഒരു കൊലപാതകം ചെയ്ത് പോയ ഒരാൾ പിന്നെയും വന്നിട്ട് 2 എണ്ണം കൂടി ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം അവന് കൊടുത്തത്, അതിനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ കേരള പോലീസും ആഭ്യന്തര വകുപ്പും തന്നെയാണ്. അതല്ലെന്നൊരിക്കലും ജാമ്യം തന്നെ എന്തിനാ കൊടുത്തത്? ജാമ്യം കൊടുത്തു കഴിഞ്ഞും അയാളെ നിരീക്ഷിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ജാമ്യം കൊടുത്ത ജാമ്യ വ്യവസ്ഥയുണ്ട്. പക്ഷെ അത് നിരീക്ഷണം അതിനൊന്നും അവർക്ക് നേരമില്ല. കാര്യം നിസ്സംഗതയാണ് പോലീസ് സേനയ്ക്ക്. അയാൾ ഇനിയും കൊല്ലുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അയാളെ നോക്കാതെ വിട്ടു. ആ പെൺകുട്ടി പേടിച്ചിട്ട് അച്ഛനുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി എന്ന് പറയുന്ന ഒരു കഥ പറഞ്ഞില്ലേ? ആ കുഞ്ഞിന്റെ അവസ്ഥ, ആ പ്രായത്തിലും അവള് എത്ര ആ കുട്ടിയുടെയൊക്കെ ഒരു അവസ്ഥ, 2 കുഞ്ഞുങ്ങൾക്ക് ആരും ഇല്ലാണ്ടാക്കിയ ഒരു അവസ്ഥ. അതായത് ഇതിലിപ്പം പറയാനായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ, നിസ്സംഗത, പോലീസിന്റെ നിസ്സംഗത അവസ്ഥ ഇങ്ങനെ പോവുകയാണെങ്കിൽ. കാര്യം പോലീസിനെ നിയന്ത്രിക്കാൻ ആരും ഇല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാര്യം നിരവധി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പെട്ടെന്ന് ഓർമ്മ വരുന്നത് വന്ദന എന്ന് പറയുന്ന ഡോക്ടർ കുട്ടി, ആ കുട്ടി ഹൗസ് സർജനായതിൻ്റെ ആഘോഷം ആ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒരു മകളാണ്. അത് ആഘോഷിക്കാനായി. കാര്യം ഐശ്വര്യ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നം നമ്മുടെ കുട്ടികളിലാണ്. നമ്മുടെ കുട്ടികളാണ് നമ്മുടെ സ്വപ്നം. നമ്മുടെ കുട്ടികളിൽ ആ സ്വപ്നം അത് യാഥാർത്ഥ്യമാകുന്നതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അങ്ങനെ ഒരു സന്തോഷത്തിലേക്ക് അവർ കാത്തിരിക്കുമ്പോൾ ഈ പറയുന്ന ഒരു ക്രിമിനൽ, ഒരു സൈക്കോ ക്രിമിനലിനെ പോലീസ് കൊണ്ടുവന്ന് ഡോക്ടറെ അടുത്ത് ശുശ്രൂഷിക്കാൻ കൊണ്ടുവരുന്നതാണ്. ആ ഡോക്ടറെ അയാൾ കുത്തി കൊലപ്പെടുത്തുമ്പോൾ കൂടെ നിന്ന പോലീസ് അവനെയും കളഞ്ഞ് ഈ ഡോക്ടറെ രക്ഷിക്കാതെ മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൽ എന്താണ് ഈ പോലീസ് സേനയ്ക്കൊക്കെ എന്താ സംഭവിച്ചത്? പോലീസ് സേനയ്ക്കൊക്കെ നമുക്ക് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ പോലീസിന് ജോലിഭാരം വളരെ കൂടുതലാണ്. അതിനനുസരിച്ചുള്ള പോലീസ് സേന ഇല്ലെന്നും പറയുന്നുണ്ട്. 24 മണിക്കൂറിലധികം ജോലിയാണ് പോലീസുകാർക്ക്. അപ്പോൾ അവരും മനുഷ്യരാണ് എന്നുള്ളൊരു ഭാവം കൂടെ നമുക്കിതിൽ കൂട്ടിച്ചേർത്ത് പറയേണ്ടി വരും. അതൊന്നും മനസ്സിലാക്കാൻ ഇവിടുത്തെ സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ, കാര്യം പണ്ടത്തെ പോലെ അല്ല ഐശ്വര്യ. കാര്യം പോലീസിൽ ജോലി കിട്ടി വരുന്നവരൊക്കെ ഹൈലി ക്വാളിഫൈഡ് ആയ ചെറുപ്പക്കാരാണ്. ഈ കണ്ട ക്യാമ്പിലൊക്കെ കിടന്ന് അവർ കണ്ട ട്രെയിനിങ്ങും ഒക്കെ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് ജോലി കയറിയിട്ട് ജോലിയിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിഭീകരമായ പ്രഷറാണ്. നമുക്ക് പറയാൻ വേറെയും കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിലുണ്ട്. ചർച്ച നീണ്ടുപോകും, നമ്മുടെ സംസാരം നീണ്ടുപോകും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ നീണ്ടാത്തത്. മട്ടന്നൂർ ഈ പറയുന്ന പോലെ അവിടുത്തെ കലാലയങ്ങൾ 2 പോളിടെക്നിക്കുകളിൽ നടന്ന സംഘടനം, KSUSFI സംഘടനത്തിൽ പോലീസ് നിയന്ത്രിക്കാൻ ഇറങ്ങി. പോലീസിനെ SFIക്കാരും അവരുടെ ഭരിക്കുന്ന പാർട്ടിയുടെ പത്രമായ ദേശാഭിമാനികളെ പ്രാദേശിക ലേഖകരും പിന്നെ പോലീസിനെ താനൊക്കെ ഇത് ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് വിരട്ടിയിട്ട് ഞങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള മനസ്സില്ല, ഞങ്ങൾ ഇവിടുന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് പോലീസിൽ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് എഴുതി അപേക്ഷ കൊടുത്ത പോലീസുകാരുണ്ട്. കാര്യം അത്ര കണ്ട് പോലീസിനെ പോലും ഇപ്പം മട്ടന്നൂർ എന്ന് പറയുമ്പോൾ കണ്ണൂരാണ്, നേരിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെ ഇടപെട്ടായിരിക്കും ചിലപ്പോൾ ഈ കേസ് തീർന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പോലീസിനെ കയ്യും കാലും കെട്ടി ബന്ധിച്ച് അവരെ ജോലി പോലും ചെയ്യാൻ സമ്മതിക്കാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലീസ് ബിരിയാണി വാങ്ങി കൊടുത്തു എന്ന് പറയുന്നത് ഒരു കുറ്റവാളിയെ ഇനി തുടർന്ന് കേസന്വേഷണത്തിൽ വാങ്ങി കൊടുക്കാം. പക്ഷെ അങ്ങോട്ടുള്ള മാധ്യമ ഇടപെടൽ കുറച്ചെങ്കിലും ഒന്ന് കുറയ്ക്കാമായിരുന്നു. എങ്ങനെ മാധ്യമത്തിന്റെ ഒരു ഇടപെടലെങ്കിലും കുറയ്ക്കാം. മാധ്യമങ്ങൾ വന്ന് എടുക്കാനൊക്കെ പോയത് അതിപ്പോ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാര്യം മാധ്യമങ്ങൾക്ക് നമുക്ക് ഇങ്ങനൊരു വെർഷൻ തോന്നലുണ്ടായ എന്തുകൊണ്ടാ? മാധ്യമങ്ങളിലൂടെ ആ കാഴ്ച കണ്ടത് കൊണ്ടല്ലേ. അതിലൊരിക്കലും കുട്ടികൾ കാണുമ്പോൾ കുട്ടികൾ അല്ലാതെ തന്നെ ഐശ്വര്യ അവരല്ലാതെ തന്നെ തകർന്നിരിക്കുന്നതാണ് കുട്ടികൾ. കാര്യം ഇതിൽ നമുക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു ഭാഗം പറയുമ്പോൾ പോലീസിന്റെ നിസ്സഹായ അവസ്ഥ, അവർ ഈ കാണിക്കുന്ന നിസ്സഹായതയല്ല നിസ്സംഗത, ഈ നിസ്സംഗത കാണേണ്ടവർ കണ്ട്. കാര്യം ഈ ഒരു ജാമ്യത്തിൽ വിടുന്ന പ്രതി, ഈ ഒരു പ്രതി എന്നല്ല, ഇങ്ങനെയുള്ള നിരവധി കേസുകൾ തന്നെ ഇപ്പം
ഈ ഒരാളായിരിക്കില്ല പുറത്തു പോയി ഇനി എന്തെല്ലാം ഇതേപോലെ തന്നെ നിരവധി പേർ പുറത്തുണ്ടാകും. ഇപ്പോൾ കൊടിസുനി ഇപ്പോൾ പുറത്തുണ്ട്. കൊടിസുനി എന്ത് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് പുറത്ത് വന്നതെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ ജയിൽ എന്ന് പറയുന്നതിനകത്തേക്ക് കടന്നു കഴിയുമ്പോൾ അവിടെ എന്തൊക്കെ നടക്കുന്നു പുറം ലോകം അറിയില്ല. അപ്പോൾ നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ, ആ കുട്ടികളുടെ മുഖം, അല്ലെ, ആ കരയുന്ന 2 കുട്ടികളുടെ മുഖം. പിന്നെ നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞു പോകുന്ന പോലെ പറയുമ്പോൾ 2 ഭാഗവും പറയണമല്ലോ. പറയുമ്പോൾ നമ്മൾ 2 ഭാഗവും പറയണം. പോലീസിൻ്റെ ഭാഗവും നമുക്ക് പറയണം. കാര്യം അവരും മനുഷ്യരാണ്. കാര്യം പക്ഷേ അവർക്ക് പറ്റിയ തെറ്റ് തന്നെയാണ്. കാര്യം അതിനാണ് അവർക്ക് പോലീസിൻ്റെ ഒരു അധികാരമെന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത്. ക്രമസമാധാനം, നമ്മുടെ ജീവനും സ്വത്തിനും അവർ സംരക്ഷണം തരണം. അതാണ് പോലീസ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കേണ്ടവർ, കാണേണ്ടവർ, കാണാതിരുന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ കരഞ്ഞിട്ടൊന്നും നമ്മളിത് വിഷമം കൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് കാണേണ്ടവർ കാണുന്നില്ല. ഇത് കാണേണ്ട ഭരണാധികാരികൾ കാണുന്നില്ല. ഇത് കാണേണ്ടത് ആരാണ്? ഈ നമ്മളെ ഫുഡ് വാങ്ങിച്ചു കൊടുത്തത് കൊണ്ട് മാത്രം പോലീസ് മനുഷ്യരാണെന്നുള്ളതല്ല. അതല്ല ഞാൻ പറയുന്നത്. പോലീസ് മനുഷ്യരെന്നല്ല പറയുന്നത്. അതിനപ്പുറത്തേക്ക് മനുഷ്യത്വം ഉള്ളിൽ വെച്ചുകൊണ്ട് അവർക്ക് പെരുമാറാൻ കൂടി കഴിയുകയാണ് എങ്കിൽ, അല്ല ഐശ്വര്യ, നമ്മൾ മനുഷ്യത്വം ഉള്ളിൽ വെച്ച് പെരുമാറിയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ ഈ കരഞ്ഞതിന് യാതൊരു ഇതും ഉണ്ടാവില്ലായിരുന്നു. കാര്യം പോലീസ് അവരെ മാറ്റി നിർത്തി കൊണ്ടുപോകുമായിരുന്നു. അയാൾ അവിടെ എത്തിക്കില്ലായിരുന്നു. അയാൾ അവിടെ വരില്ലായിരുന്നു. അയാൾ വീട്ടിൽ അങ്ങനെ ഇരിക്കില്ലായിരുന്നു. ഈ ഭീഷണി അയാൾ കാണിക്കില്ലായിരുന്നു. ആൾക്കാരെ കൊല്ലുമെന്ന് കാണിക്കില്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ചെയ്തതിന് ശേഷം പോയി പരിധി വെള്ളത്തിൽ വരെ മുങ്ങി തപ്പി, ഇനി തപ്പാൻ സ്ഥലമില്ല. അവസാനം അയാൾ വന്ന് കീഴടങ്ങുന്നതിന് തുല്യം പിടിച്ചു. എല്ലാം കഴിഞ്ഞ് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തതും ഇയാൾ വിഷം കഴിച്ചെന്ന് കള്ളം പറഞ്ഞു. അതിന് ആശുപത്രി കൊണ്ടുപോയി പരിശോധിച്ചു. കാര്യം ഈ കേസ് ഇനിയും പോകണമെന്നുണ്ടെങ്കിൽ ഇയാളെ ഇനി തൂക്കിക്കൊല്ലാനാണ് വിധിക്കണമെങ്കിലും കുറ്റത്തിന് ശിക്ഷ കൊടുക്കണമെങ്കിലും ഈ കാണുന്ന ഈ സാധനം ജീവിച്ചിരിക്കണ്ടേ? അല്ല, ജീവിച്ചിരുന്നാൽ അത് കോടതിക്ക് നിയമത്തിനും വിട്ടുകൊടുക്കണ്ടേ? കോടതി നിയമമുള്ളൊരു രാജ്യമല്ലേ. അതിൽ നിയമത്തിലെ ലൂപ്പ് ഹോൾസ് ആണല്ലോ പലരും രക്ഷപ്പെടുന്നത്. എന്നാലും നിയമത്തിൻ്റെ അടുത്ത് എത്തിക്കണ്ടേ? അവന് ജീവൻ അല്പജീവനെങ്കിലും പിടിച്ചിടണമെങ്കിൽ അവന് എന്തെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ അതിന് ബിരിയാണി തന്നെ വാങ്ങിച്ചു കൊടുക്കണമായിരുന്നു എന്ന് ഞാൻ പറയില്ല. അതെ.